ഡിലേഡ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റൽ നീഡുകളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആളുകൾക്ക് നഷ്ടപ്പെടും. മാം, ഇത്തരം കണ്ടീഷനുകളിൽ പേരൻസ് കുട്ടികൾക്ക് മഗ്നീഷ്യം, ഒമേഗ 3 ഇതെല്ലാം ധാരാളമായിട്ട് അവർ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നു. പലപ്പോഴും ഇതൊരു പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നതിന് പകരം ഒരു നെഗറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ദിസ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒമേഗ 3 എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. അപ്പോൾ ഈ കുട്ടികളുടെ വളർച്ചയിൽ ഈ ഒമേഗ 3 കൊടുക്കുമ്പം നമ്മളുടെ ചോയ്സ് തെറ്റാണെങ്കിൽ ചില പ്രോഡക്റ്റുകളിൽ ഒമേഗ 3 കൂടുതൽ 6ഉം 9ഉം കൂടുതലായി വരുന്നുണ്ട്. അപ്പോൾ 6ഉം എൻ്റെ പ്രസൻസ് കൂടുന്തോറും ആ ഒരു കറക്ഷനേക്കാൾ കൂടുതൽ ഇൻഫ്ലമേഷനുള്ള ടെൻഡൻസി സെല്ലുകളിൽ കൂടുന്നു. അതുകൊണ്ടാണ് അവിടെ ചലഞ്ചസ് വരുന്നത്. പിന്നെ ഇതിന് ഏറ്റവും മുന്നോടിയായിട്ട് എൻ്റെ പല വീഡിയോയിൽ ഞാൻ പറയണത് പോലെ വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, കാൽഷ്യം, ഇതിൻ്റെ ഫ്ലക്സ്, സെല്ലുലർ ഫ്ലക്സ് കറക്റ്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. കറക്റ്റ് ന്യൂട്രീഷൻ കൃത്യമായിട്ട് ചെല്ലണം. കാരണം ഇവർക്ക് അബ്സോർപ്ഷൻ എപ്പോഴും കുറവാണ്. പലപ്പോഴും ഈ വൈറ്റമിൻസിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് പലരും പല വൈറ്റമിൻസും വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഇതിന് ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യപ്പെടാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരിക്കും. അതായത് ബയോ അവൈലബിലിറ്റി ഈ പ്രോഡക്റ്റിൽ കുറവായിരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ വരും. മാം, എന്തുകൊണ്ടാണ് ഓട്ടിസം എന്ന കണ്ടീഷനുകളിൽ പരാജയങ്ങൾ കൂടുതൽ കാണുന്നത്? ഓട്ടിസത്തിൽ മാത്രമല്ല, കുട്ടികളുടേതായ പല ചലഞ്ചസിലും ഈ പരാജയങ്ങളുടെ ആ ഒരു തോത് കൂടുന്നതിൻ്റെ കാരണം പലപ്പോഴും ഇതിനെ ഒന്നുകിലൊരു കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറായിട്ട് അങ്ങനെ മാത്രമായി ഇതിനെ പരിഗണിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാകുമ്പം നമ്മൾ സ്പീച്ച് തെറാപ്പിയിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ തെറാപ്പിയിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പിയിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു. ഇതിന് ഈക്വലി ആയിട്ട് തന്നെ കുട്ടികളുടെ ഈ സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, അതേപോലെ തന്നെ എന്താ പറയുക, അവരുടെ ഈ ഡെവലപ്മെൻ്റൽ നീഡുകളെ, ഡിലേഡ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റൽ നീഡുകളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആളുകൾക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നൊരു ഘടകമുണ്ട്. ഓക്കെ, അപ്പം പലപ്പോഴും ഇവരുടെ ടോക്സിസിറ്റി സാധാരണയിലധികം കൂടുതലാണ്, സാധാരണ ആളുകളെക്കാളും. അപ്പോൾ ഈ ടോക്സിക് ലെവൽ കണ്ടൻറ്റുകളെ നമ്മൾ ഡീറ്റോക്സ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇവിടെ എടുക്കാറില്ല. അതായത് സെല്ലുലാർ ഡീജനറേഷൻ സംഭവിക്കുന്നതിനേക്കാൾ റീജനറേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും ശരീരകോശങ്ങളെ റെജുവിനേറ്റ് ചെയ്യാനും ഇവരുടെ ആ ഒരു മാനസികവും ആന്തരികവും സ്പിരിച്വലുമായ കുറച്ച് ഘടകങ്ങളെ കണക്ട് ചെയ്യാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് ഫാസ്റ്റാവും. നമ്മൾ കാണുന്നില്ലേ ഓരോ കുട്ടികളുടെയും 3 മാസം 4 മാസം കൊണ്ടൊക്കെ ഒരു ഡെവലപ്മെൻറ്റുകളുടെ വ്യത്യാസം വരുമ്പോൾ അത് ഒരു ഓവറോൾ അപ്രോച്ചാണ് ആവശ്യം. ഒന്നൊന്നിനോട് കൊളാബറേറ്റ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് നമുക്കിവിടെ മിസ്സാകുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയണത് മാത്രം ശരി, ഡോക്ടർ പറയണത് മാത്രം ശരി, സാറ് പറയണത് മാത്രം ശരി എന്നുള്ള ആറ്റിറ്റ്യൂഡിനുപരിയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തരം ചലഞ്ചസുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് പകരം നമ്മളിവിടെ പലപ്പോഴും കോമ്പീറ്റ് ചെയ്യുകയാണ്.